നിമ്രോദിന്റെ കാലഘട്ടത്തിൽ ശക്തിയോട് പ്രബലപ്പെട്ടു വന്ന് വീണ്ടും അത് ദൈവത്തിനെതിരായ പദ്ധതികളെ ആസൂത്രണം ചെയ്ത ആ ബാബിലോണിന്റെ ഇരുണ്ട വ്യാപാര ശക്തി നെബൂഖദ്നേസർ രാജാവിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തെ ബാബിലോണിൽ പ്രവാസികളായി അടിമകളായി പിടിച്ചുകൊണ്ടുപോയി അടിമത്വം അനുഭവിച്ച ആ ബാബിലോണിന്റെ ഇരുണ്ട വ്യാപാര ശക്തി അത് പിന്നെ വീണ്ടും അവൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കൂടെ പ്രകടമായി വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഉൽപ്പത്തിയിൽ ആരംഭിച്ചതോ അത് വെളിപ്പാടിൽ നമ്മൾ കാണുന്നുണ്ട്. മഹതിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ മഹാനഗരം അതിന്റെ ശക്തിയോടുകൂടെ വെളിപ്പെട്ടു വരുമെന്ന് അവൻ പ്രവാചകന്മാർ ആത്മാവിൽ വിളിച്ചു വന്നതുപോലെ യോഹന്നാനും വിളിച്ചു വന്നിരിക്കുകയാണ്. ആ ശക്തി വെളിപ്പെടുമ്പോൾ അത് ദൈവസഭയ്ക്കെതിരായിട്ട് ആ ശക്തി എഴുന്നേൽക്കുമ്പോൾ എന്ന് മകൾക്കാലം നാം ഓരോരുത്തരും ഈ യുദ്ധക്കളത്തിലായിരിക്കുമ്പോൾ അതിന്റെ പ്രകടമായിരിക്കുന്ന അവൻ ശക്തമായ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നെഹെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 2-3 വേദഭാഗങ്ങളാണ് നമ്മൾ വായിപ്പാനിടയായി തീർന്നത്. ഈ വേദഭാഗം നെഹെമ്യാവ് എന്ന് പറയുന്നതായ ഒരു ഗവർണറാണ്. ഇസ്രായേലില് ഒരു ഗവർണറായിരുന്നു നെഹെമ്യാവ്. ദൈവത്തിന് സ്തോത്രം. വളരെ ആത്മഭാരമുള്ളതായ ഒരു ദൈവ വൃത്യനായിരുന്നു നെഹെമ്യാവ്. യെരൂശലേമിന്റെ അവസ്ഥകളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ നെഹെമ്യാവിന്റെ അടുക്കലേക്ക് യെരൂശലേമിൽ നിന്ന് ചില പുരുഷന്മാരെ കടന്നു വന്നപ്പോൾ പ്രവാസത്തിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞു പോയ അവിടെയുള്ള ജനത്തിന്റെ അവസ്ഥ എന്താകുന്നു എന്ന് നെഹെമ്യാവ് അവരോട് ആരായുകയാണ്. അപ്പോൾ അവർ പറഞ്ഞത് അവിടെ പ്രവാസത്തിൽ നിന്നും തെറ്റിയൊഴിഞ്ഞിരിക്കുന്ന ജനമൊക്കെയും മഹാകഷ്ടത്തിലും അപമാനത്തിലുമായിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്. അത് തീ വെച്ച് ചുട്ടുകിടക്കുകയാണ്. ആ മതിലുകൾ പണിതിട്ടില്ല. അവൻ അതിന്റെ ഇടിവുകളെ നികത്തിയിട്ടില്ല. ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ നെഹെമ്യാവിന് വലിയ ആത്മഭാരം ഉണ്ടാകുവാൻ ഇടയായി. രാജാവിന്റെ രാജസന്നിധിയിൽ പാനപാത്രവാഹകനായി ശുശ്രൂഷ ചെയ്തു വരികയാണ് അവൻ നെഹെമ്യാവ്. പേർഷ്യൻ രാജാവിന്റെ പാനപാത്രവാഹകനായി ശുശ്രൂഷ ചെയ്യുന്ന നെഹെമ്യാവിന് താൻ ഇവിടെ രാജധാനിയിൽ ആയിരിക്കുന്നുവെങ്കിലും തന്റെ ഹൃദയം മുഴുവൻ അങ്ങ് യെരൂശലേമിലാണ്. അവിടെ പ്രവാസത്തിൽ തെറ്റിയൊഴിഞ്ഞു പോയ ജനത്തിന്റെ കഷ്ടതയും യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന ഓർത്ത് താൻ ആത്മഭാരത്തോടുകൂടി അവൻ നിരന്തരമായ ദിവസത്തിന് അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭക്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം ആയിരിക്കുന്ന ഒരു പ്രവാസത്തിലാണ്. ഈ പ്രവാസത്തിൽ നമ്മൾ എവിടെ ആയിരിക്കുന്നുവെങ്കിലും അവൻ ഫിസിക്കലി നമ്മൾ ഈ ലോകപാലന പ്രവാസത്തിലാണെങ്കിലും അവൻ സ്പിരിച്വലി നമ്മൾ എവിടെയാണ്? നമ്മുടെ ദൈവത്തിന്റെ രാജ്യത്തെ നോക്കി പാർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയം മുഴുവൻ, നമ്മുടെ ആത്മാവ് മുഴുവൻ ആ ദൈവ സാന്നിധ്യമാകുന്ന യെരൂശലേമിന്റെ അനുഭവങ്ങളെ പ്രാപിക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ബാബിലോണിയ പ്രവാസത്തിലാണ് ഇസ്രായേൽ ജനം കടന്നുപോയത്. അവിടെ നിന്ന് 3 ഘട്ടങ്ങളായിട്ട് BC 538 സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ മടങ്ങി വന്നു. അതിനുശേഷമായി എസ്രായുടെ നേതൃത്വത്തിൽ മടങ്ങി വന്നു. മൂന്നാമത് അവൻ നെഹെമ്യാവിന്റെ നേതൃത്വത്തിൽ യെരൂശലേമിലേക്ക് ബാബിലോണിൽ നിന്ന് പ്രവാസത്തിൽ നിന്ന് ജനം മടങ്ങി വരുവാനിടയാണ്. അവൻ നെഹെമ്യാവിന്റെ കാലഘട്ടത്തിൽ അവസാനത്തെ പ്രവാസികൾ മടങ്ങി വന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ അതിനു മുമ്പ് 2 കൂട്ടർ 2 ഘട്ടങ്ങളിലായിട്ട് അവർ കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ വന്നതായി ജനം യെരൂശലേമിൽ മഹാകഷ്ടത്തിലും അപമാനത്തിലുമായിരിക്കുന്നു എന്ന് അവൻ നെഹെമ്യാവ് കേട്ടു. ദൈവത്തിന് സ്തോത്രം. യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്. അതിനെ പണിയണമെന്നതായ ആഗ്രഹം തന്റെ ഹൃദയത്തിനകത്ത് വാഞ്ചയുണ്ടായി. ബാബിലോണിയ പ്രവാസത്തിൽ ഇസ്രായേൽ ജനം അകപ്പെട്ടു പോകുവാനുള്ളതായ പശ്ചാത്തലം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. മുമ്പ് ചിന്തിച്ചിട്ടുള്ളതായ വിഭാഗങ്ങളാണ്. ബാബിലോൺ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം മുതൽ ബാബിലോൺ വെളിപ്പാട് പുസ്തകം വരെ
ബാബിലോണിന്റെ ഇരുണ്ട ആത്മാവോ ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ ദൈവജനത്തെ ദൈവസഭയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് ഈ ബാബിലോണിന്റെ ആത്മാവിനെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഇരുണ്ട ആത്മാവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏദൻ പൂങ്കാവനത്തിൽ അവൻ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കിയപ്പോൾ അവിടെ ഈ ഇരുട്ടിന്റെ ശക്തി കടന്നു വന്ന് മനുഷ്യനെ പ്രലോഭിപ്പിച്ചിട്ട് മനുഷ്യനോട് പറയുകയാണ്, നീ നന്മ തിന്മകളെ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് വരും, നിനക്ക് ദൈവത്തെ പോലെ ആകുവാൻ കഴിയും. ഈ പ്രലോഭനം, ഈ ഇരുട്ടിന്റെ വ്യാപാര ശക്തി മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കൊടുത്തിട്ട് മനുഷ്യനെ അവൻ ദൈവത്തിൽ നിന്നും വലിച്ചു കൊണ്ടുപോകുവാനിടയാണ്. ഇരുട്ടിലേക്ക്, അന്ധകാരത്തിലേക്ക് മനുഷ്യനെ വലിച്ചു കൊണ്ടുപോയി. ദൈവ സാന്നിധ്യത്തിൽ നിന്നും ദൈവ തേജസ്സിൽ നിന്നും മനുഷ്യനെ ഈ ഇരുട്ടിന്റെ ശക്തി, പിശാച്, ഈ സാത്താനി മഹാസർപ്പം വലിച്ചു കൊണ്ടുപോകുകയാണ്. അവിടെ അങ്ങനെ സംഭവിച്ചു. അവൻ മനുഷ്യൻ പിന്നെ പാപത്തിലേക്ക് ജീവിപ്പാനിടയായി. ആത്മീയ അധികാരമുണ്ടായിരുന്ന മനുഷ്യൻ ഈ ആത്മീയ അധികാരത്തെ ഉപേക്ഷിച്ചിട്ട് ഇരുട്ടിന്റെ അധികാരം കൈകളിലേറിക്കൊണ്ട് പിശാചിന്റെ സ്വാധീന വലയത്താൽ അവൻ അകപ്പെട്ട് അവൻ കൊല്ലും കൊലയുമായി പാപത്തിൻ്റെതായ അനുഭവത്തിൽ കൂടെ ജീവിക്കുവാൻ ആരംഭിച്ചു. ഹല്ലേലൂയ. അങ്ങനെ പാപത്തിൽ ജീവിച്ചതായ ജനം പിന്നത്തെ നമ്മളെ കാണുന്നത് മിസ്രയീം എന്ന് പറയുന്നതായ അതികഠിനമായ ഒരു അവൻ ഈ ബാബിലോണിന്റെ ആത്മാവിലേക്ക് അവർ കടന്നു പോകുവാനിടയാണ്. അവിടെ പീഡനത്തിലും മഹാകഷ്ടത്തിലും കൂടെ ജനം അകപ്പെട്ടാൽ അവിടെ നിന്ന് ദൈവം അത്ഭുതകരമായി തന്റെ ജനത്തെ വിടുവിച്ച് തന്നിൽ അവൻ അബ്രഹാമിൽ കൂടെ ഒരു ജനതയെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പദ്ധതി ഉണ്ടായി. എബ്രായൻ എന്ന വാക്കിന്റെ അർത്ഥം നദി നീന്തി കടന്നെന്നാണ്. നദി നീന്തി കടന്ന ജനത്തിൽ നിന്ന് തന്റെ അവൻ ജനത്തെ തനിക്ക് വേണ്ടി ഒരു ജനതയെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് പദ്ധതി ഉണ്ടായി. അങ്ങനെ ദൈവം ഒരു ജനതയെ വാർത്തെടുത്തു. സ്വതന്ത്രം ആ ജനമാണ് ഹല്ലേലൂയ ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടത്. എന്നാൽ ഇസ്രായേൽ ജനം പിന്നത്തെ ദൈവസഭയിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ അടിമനുഖത്തിലേക്ക് കടത്തിവിടുകയാണ്. അവർ അടിമനുഖത്തിൽ, മിസ്രയീമിന്റെ അടിമനുഖത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടുവെങ്കിലും പിന്നത്തിൽ വീണ്ടും അവരുടെ പാപനിമിത്തം ഈ ഇരുട്ടിന്റെ വ്യാപാര ശക്തി ഹല്ലേലൂയ അവരെ വശീകരിച്ച കാരണത്താൽ അവർ ബാബിലോണിന്റെ അടിമനുഖത്തിലേക്ക് പിന്നത്തിൽ സഞ്ചരിക്കുകയാണ്. ഈ ബാബിലോണ് അവൻ ഹല്ലേലൂയ എവിടെയാണ് യഥാർത്ഥമായി അതിന്റെ ഉറവിടമെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ പിശാചിന്റെ അവൻ ആത്മാവ് മനുഷ്യന്റെ ഹൃദയത്തിൽ കടന്നുകൂടിയ നിമിഷം മുതൽ ഈ ബാബിലോണിന്റെ ആത്മാവ് മനുഷ്യനെ വേട്ടയാടുവാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് പിന്നീട് പ്രബലമായി വെളിപ്പെട്ടു വന്നത് നമുക്കറിയാം. മെസോപ്പൊട്ടോമിയ അല്ലെങ്കിൽ ഷിനാർ എന്ന് പറയുന്ന ദേശത്ത് അവിടെ ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായത്തിൽ 11-ാം അധ്യായങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ അവൻ നിമ്രോദ് എന്ന് പറയുന്നതായ ഒരു രാജാവ്, ഒരു പുരോഹിതൻ, ഒരു ബാബിലോണിയ മതത്തിന്റെ പുരോഹിതൻ, രാജാവ് അവൻ എഴുന്നേറ്റ് വരികയാണ്. അവിടെ നിമ്രോദ് ചെയ്തതായ പ്രവൃത്തി എന്താണ്? ദൈവത്തിലേക്ക് കടന്നു പോകുന്നതായ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ജീവിക്കുന്നതായ ജനത്തെ വേട്ടയാടി പിടിച്ചുകൊണ്ടുവന്ന് നമുക്കൊരുമിച്ച് നിൽക്കാം, നമുക്കൊരു പട്ടണം ഉണ്ടാക്കാം, ദൈവത്തിന്റെ അവൻ സന്നിധിയിലേക്ക് കയറത്തക്ക നിലയിൽ, ദൈവത്തോട് സമരാകത്തക്ക നിലയിൽ നമുക്കൊരു പട്ടണം ഉണ്ടാകാം, നമുക്കൊരു ഗോപുരം ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തെയെല്ലാം അവൻ ഹല്ലേലൂയ വേട്ടയാടി പിടിക്കുകയാണ്. ദൈവത്തിന്റെ പാതയിൽ കൂടെ സഞ്ചരിക്കുന്ന ജനത്തെ വേട്ടയാടി പിടിച്ചു കൊണ്ടുവന്ന് അവൻ നായാട്ടുവീരെന്ന പേര് കേട്ട് അവൻ ദൈവത്തിനെതിരായിട്ടൊരു പണിയെ ആരംഭിക്കുകയാണ്. എന്താണ് ഈ പണി? ഏദൻ തോട്ടത്തിൽ കണ്ടതുപോലെ ദൈവത്തിന്റെ പദ്ധതിക്കെതിരായിട്ട്, ദൈവത്തിന്റെ ഹിതത്തിനെതിരായിട്ട് ദൈവത്തോട് മറുതലിപ്പാനുള്ളതായ ഒരു പ്രേരണയായിരുന്നു പിശാച് ഏദൻ തോട്ടത്തിൽ കൊടുത്തതെങ്കിൽ ഈ നിമ്രോദ് ചെയ്തും അതേ പ്രവൃത്തിയാണ്, അതേ ഇരുട്ടിന്റെ പ്രവൃത്തി തന്നെയാണ് അവിടെ വ്യാപരിക്കുന്നത്. ജനത്തെ ദൈവത്തിനെതിരായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് അവൻ സ്വന്തം ശക്തിയാൽ, സ്വന്തം ഇച്ഛാശക്തിയാൽ നമുക്ക് ദൈവത്തിനെതിരായിട്ട് അവൻ പണിതുയർത്തിക്കൊണ്ട് ദൈവത്തോട് സമനാകുവാൻ കഴിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ജനത്തെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ട് ഒരു പണി ആരംഭിക്കുകയാണ്.
ബാബേൽ എന്ന് പറയുന്ന മഹാനഗരം അവിടെ പണിതു. എന്നാൽ ദൈവം സ്വർഗ്ഗത്തിൽ ഇറങ്ങി വന്ന് അവൻ ദൈവത്തിന്റെ ആഗ്രഹം എന്താണ്? ജനമൊക്കെയും വർദ്ധിച്ച് പെരുകി ലോകത്തിലെല്ലായിടത്തും ചിതറണമെന്ന് ആഗ്രഹിച്ചതായ ദൈവത്തിന്റെ പദ്ധതിക്കെതിരായിട്ട് ഒരുമിച്ച് കൂടി നിൽക്കണമെന്ന് അവൻ ഹല്ലേലൂയ ഇവിടെ നിമ്രോദ് ആലോചന കൊടുത്തു. എന്നാൽ ദൈവം ആ പണിയെ ചിതറിച്ചു. അവർ ഹല്ലേലൂയ ചിതറപ്പെട്ടു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആ ജനങ്ങൾ ചിതറി പോകുവാനിടയാണ്. അങ്ങനെ പോയതായ ജനത്തിൽ നിന്നുമാണ് ദൈവം അബ്രഹാമിൽ കൂടെ തന്റെ ജനമാകുന്ന ഇസ്രായേലിന് വാർത്തുണ്ടാക്കുവാനിടയായത്. അങ്ങനെ ഒരു ജനതയെ, ഇസ്രായേൽ എന്ന ഒരു വിശുദ്ധ ജനത്തെ ദൈവം തനിക്ക് വേണ്ടി അവൻ മേലുണ്ടാക്കി. എന്നാൽ ആ ജനം പാപത്തിലേക്ക് വീണുപോയപ്പോൾ അവരെ ദൈവം വീണ്ടും ഒരു ബാബിലോണിലേക്ക് അയക്കുകയാണ്. ബാബിലോൺ എന്ന് പറയുന്ന ഒരു സാമ്രാജ്യത്തിന്റെ അടിമണ്ഡലത്തിൽ നെബൂഖദ്നേസർ രാജാവിന്റെ ഭരണത്തിന് കീഴിലുള്ള ബാബിലോണിയ ചക്രവർത്തിയായിരിക്കുന്ന നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേൽ ജനത്തെ അടിമകളായി ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോകുകയാണ്. അങ്ങനെ ബാബേലിൽ അടിമത്തത്തിലായിരിക്കുന്ന ജനത്തെയാണ് BC 538 സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ അവരെ വിടുവിച്ചു കൊണ്ടുവരുന്നത്. ഈ വിടുതൽ ലഭിക്കുവാൻ ഒരു കാരണമുണ്ടോ? ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു ഇസ്രായേലിനെ ബാബിലോണിൽ നിന്ന് മടക്കി കൊണ്ടുവരിക എന്നുള്ളത്. അതിനുവേണ്ടി പ്രവാചകന്മാർ മുഖാന്തരം മുന്നമേ ദൈവം തന്റെ ആലോചനകളെ അറിയിച്ചിട്ടുണ്ട്. സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ഒന്നാമത്തെ അവർ കൂട്ടർ യെരൂശലേമിലേക്ക് മടങ്ങി വന്നുവെങ്കിൽ സെരുബ്ബാബേലിനോടുള്ള ദൈവത്തിന്റെ ആലോചന സഖറിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. അവൻ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ എന്ന ദൈവത്തിന്റെ ആത്മാവ് സെരുബ്ബാബേലിനോട് ആലോചന പറഞ്ഞുകൊണ്ടോ, സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. കൃപ എന്ന ആർപ്പോട് ആണിക്കല്ലുകളെ കയറ്റുവാനുള്ള ഒരു ദൈവിക അഭിഷേകം സെരുബ്ബാബേലിന്റെ മേൽ ദൈവം പകർന്നു. അത് സഖറിയാ പ്രവാചകൻ പ്രവചിച്ചു പറയുവാനിടയാണ്. യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചു, അവൻ കോരസിന്റെ ഇടയൻ, അവന്റെ ഹിതമൊക്കെയും നിവർത്തിക്കും. ഹല്ലേലൂയ. കോരസ് എന്ന ഒരു പേർഷ്യൻ രാജാവിൽ കൂടെ ഇസ്രായേൽ ജനത്തെ ബാബിലോണിയ അടിമനുഖത്തിൽ നിന്നും വിടുവിച്ചു കൊണ്ടുവരുമെന്ന് ദൈവം പ്രവാചകനിൽ കൂടെ മുന്നമേ ഏകദേശം 120 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചു പറയുവാനിടയായി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ബാബിലോണി ചക്രവർത്തിയായ നെബൂഖദ്നേസർ ഇസ്രായേൽ ജനത്തെ അടിമനുഖത്തിലേക്ക് ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയി. അവിടെ ബാബിലോണിന്റെ സാമ്രാജ്യം അവൻ വളരെ പ്രൗഢിയിൽ നിൽക്കുന്നതായ സമയമാണ്. ബാബിലോണിയൻ നഗരത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. ഏകദേശം 15 മൈൽ നീളവും 15 മൈൽ വീതിയുമുള്ള ഒരു സമചതുര ആകൃതിയിൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റിയാണ്, ഒരു പട്ടണമാണ് ബാബേൽ എന്ന് പറയുന്നതായ പട്ടണം. ഹല്ലേലൂയ. ഈ പട്ടണത്തിനകത്തേക്ക് ശത്രുക്കൾക്ക് പ്രവേശിക്കുക എന്നുള്ളത് വളരെ അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. കാരണം ഈ പട്ടണത്തിന് അതിഭയങ്കരമായിരിക്കുന്ന ഒരു കോട്ടയുണ്ട്. ഹല്ലേലൂയ. അവൻ സ്തോത്രം. ഹല്ലേലൂയ. 60 മൈൽ ചുറ്റളവിൽ അവൻ വ്യാപിച്ചു കിടക്കുന്നതായ ഈ കോട്ട, അതിന്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 48 അടി ഉയരമുള്ള ഹൈറ്റുള്ളതായ ഒരു കോട്ടയാണ്. അതിന്റെ ടോപ്പിലെ വീതി എന്ന് പറയുന്നത് ഒരേ സമയം 5 രഥങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്ന 2 കുതിരകളെ ഘടിപ്പിച്ചതായ 5 രഥങ്ങൾക്ക് ഒരേ സമയം സഞ്ചരിക്കുവാൻ കഴിയുന്നത്ര വീതിയുള്ളതാണ് ഈ കോട്ടയുടെ മുകൾ ഭാഗം എന്ന് പറയുന്നത്. ഈ കോട്ടയ്ക്ക് ഏകദേശം 100ഓളം വാതിലുകളുണ്ട്. ഈ ഓരോ വാതിലുകളും അവൻ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. രാജാവ് ഒരു ദിവസം ഏത് വാതിൽ കൂടെ വരുന്നുവെന്ന് രാജാവിന്റെ കാര്യവിചാരകന് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ. മറ്റൊരു വ്യക്തിക്കും അറിയുവാൻ കഴിയുകയില്ല. അങ്ങനെ രാജാവിന്റെ സേഫ്റ്റിക്ക് വേണ്ടി 100ഓളം വാതിലുകളുണ്ട്. ഈ വാതിലുകൾ ഓരോന്നിൽ കൂടെ ഓരോ ദിവസം തനിക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അവൻ പുറത്തേക്ക് കടക്കും. ഇതിന് പ്രധാനമായ ഒരു ഗേറ്റ് ഉണ്ട്, ഇസ്റ്റാർ ഗേറ്റ് എന്ന് പറയപ്പെടുന്ന ഒരു ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് എന്ന് പറയുന്നത് മനുഷ്യർക്ക് തുറക്കുവാൻ കഴിയുന്ന ഗേറ്റ് അല്ല, ഇത് ആനകളെ വെച്ച് വലിച്ചു തുറക്കുന്ന ഗേറ്റ് ആണ്. ഇരുമ്പോടാമ്പലുകൾ ഘടിപ്പിച്ചിരിക്കുന്ന താമ്ര കഥകളാൽ നിർമ്മിതമായിരിക്കുന്ന
മനോഹരമായിരിക്കുന്ന ഈ ഇഷ്ടാർ ഗേറ്റ് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിൽ മാത്രമേ തുറക്കപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. രാജാവിന്റെ അവൻ ബർത്ത്ഡേ ആഘോഷിക്കുന്ന വേളയിലോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും ദിവസങ്ങളിലും മാത്രമാണ് ഈ ഗേറ്റ് തുറക്കപ്പെടുക എന്നുള്ളത്. ആനകളെ വെച്ച് വലിച്ചു തുറക്കുന്ന ഗേറ്റ്, അത് വിട്ടുകഴിഞ്ഞാൽ സ്പ്രിംഗ് ആക്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുന്ന ഗേറ്റ് ആണ്. വളരെ ശക്തമായിരിക്കുന്ന ഒരു ഗേറ്റ് ആണ് അവൻ പ്രധാന കവാടം എന്ന് പറയുന്നത്. ഈ മതിലിന്റെ മുകൾ ഭാഗത്താണ് സൈനികമായ ഓഫീസുകൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ആയുധശാലകൾ അതിന്റെ മുകളിലാണുള്ളത്. അവൻ ദാനിയേലെ പോലുള്ളതായ അവൻ ദൈവത്തിന്റെ ഭക്തന്മാരെ അവർ കൊണ്ടുപോയി പാർപ്പിച്ചത് അവർക്ക് രാജകീയമായ ഔദ്യോഗിക പദവികൾ നൽകി അവരെ പാർപ്പിച്ചത് ഈ കോട്ടയുടെ മുകളിലാണ്. നോക്കുവാൻ വേണ്ടി ഒറ്റുനോക്കുകാർ പാർത്തിരുന്ന മതിലിന്റെ മുകളിലാണ്. അങ്ങനെ അവൻ വളരെ മനോഹരമായിരിക്കുന്ന ശക്തമായ ഒരു കോട്ടയാൽ നിർമ്മിതമായിരിക്കുന്ന ബാബിലോന്യ പട്ടണം. ഈ മതിലിനെ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അകത്ത് അതിനേക്കാൾ അല്പം കൂടെ ചെറിയ ഒരു മതിൽ ഉണ്ട്. ഇതിന് രണ്ടിനും ഇടയിലായിട്ട് വലിയൊരു തടാകമുണ്ട്. അവൻ മുതലകളെ പാർപ്പിച്ചിരിക്കുന്നതായ ഒരു തടാകം. ഈ തടാകം കടന്നു വേണം അകത്തേക്ക് പ്രവേശിക്കുവാനായി. എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ആരെങ്കിലും ഈ കോട്ട കടന്ന് ഈ മതിൽ കടന്ന് അല്ലെങ്കിൽ ഈ വാതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ അവർക്ക് ഈ തടാകം കൂടെ കടന്നെങ്കിൽ മാത്രമേ അപ്പുറത്ത് പോകുവാൻ കഴിയുകയുള്ളൂ. ഈ പ്രധാന ഗേറ്റ് അവൻ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് അവൻ പോകുന്നതായ രാജവീതികളാണ് കാണുന്നത്. ഹല്ലേലൂയ. ഈ രാജവീതികൾ വളരെ മനോഹരമായിരിക്കുന്ന അവൻ കുമ്മായ കല്ലുകൾ പതിപ്പിച്ചതായ രാജവീതിയാണ്. ഇതിന്റെ ഇരുവശങ്ങളിലുമായിട്ട് വളരെ മനോഹരമായ പടുകൂറ്റൻ വൃക്ഷങ്ങൾ, തണൽ വൃക്ഷങ്ങൾ നിൽക്കുകയാണ്. ഈ രാജവീതിയിൽ കൂടെ മുമ്പോട്ട് കടന്നുപോയാൽ ചെന്നെത്തുന്നത് ഒരു വലിയ ഗോപുരത്തിന്റെ അവൻ അടുത്തേക്കാണ്. ഇതെന്താണ്? ഒരു തൂക്കുപാലം അവിടെ കാണപ്പെടുന്നുണ്ട്. ഈ തൂക്കുപാലത്തെ നദിയുടെ യൂഫ്രട്ടീസ് നദിയുടെ രണ്ട് കരങ്ങളിലായിട്ട് ഈ ഗോപുരങ്ങൾ നിൽക്കുകയാണ്. ഈ ഗോപുരത്തിലാണ് തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത്. ഹല്ലേലൂയ. ഈ ഗോപുരത്തിന് അകത്തേക്ക് പ്രവേശിക്കുവാനുള്ളതായ വാതിലുണ്ട്. അതിൽ കൂടി അകത്തേക്ക് പ്രവേശിച്ചാൽ നമ്മൾ എത്തുന്നത് തുരങ്കത്തിലേക്കാണ്. തുരങ്കത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മങ്ങിയ വെളിച്ചമുള്ള ഇരുണ്ട വെളിച്ചമുള്ള വഴിയിൽ കൂടെ കടന്നുപോയാൽ ചെന്നെത്തുന്നത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ്. രാജാവും രാജകുമാരന്മാരും തന്റെ പരിവാരങ്ങളുമെല്ലാം വിരുന്ന് ആസ്വദിക്കുന്നതായ ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മൾ ചെല്ലും. അവൻ അർത്ഥവൃത്താകൃതിയിൽ പണിയപ്പെട്ടിരിക്കുന്ന ഒരു ടേബിളിൽ അവിടെ രാജാവിനെ കഴിക്കേണ്ടതായ സകല അവൻ ഭോജനങ്ങളും റെഡിയാണ്. മദ്യവും മാംസവും എല്ലാം ലോകത്തിൽ എവിടെയെല്ലാം ഏതെല്ലാം ഫലവർഗ്ഗങ്ങൾ ലഭിക്കാമോ അതെല്ലാം ഒരുക്കപ്പെട്ട് ഏതെല്ലാം വിശേഷപ്പെട്ട മദ്യങ്ങൾ ലഭിക്കാമോ ഇതെല്ലാം അവിടെ റെഡിയായിരിക്കുകയാണ്. ഈ സ്ഥലത്താണ് ബെൽഷസ്സർ തന്റെ വിരുന്ന് ഒരുക്കിയത്. അങ്ങനെ ബെൽഷസ്സർ രാജാവ് നെബൂഖദ്നേസറിന്റെ അവൻ കൊച്ചുമകനായിരിക്കുന്ന ബെൽഷസ്സർ രാജാവ് ഇവിടെ വിരുന്ന് കഴിക്കുകയാണ്. രാജ്യത്തിലുള്ള സകല പ്രഭുക്കന്മാരെയും വിളിച്ചു വരുത്തിയിട്ട് അവരൊരു ആഘോഷം നടത്തുകയാണ്, വിരുന്ന് കഴിക്കുകയാണ്. ഇത് എങ്ങനെയാണ്? രാജകുമാരന്മാർ എല്ലാവരും അകത്തേക്ക് കടന്ന് 100 വാതിലുകളും അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടു കൊടുത്തു. ഹല്ലേലൂയ. പ്രധാന കവാടമായിരിക്കുന്ന ഇഷ്ടാർ ഗേറ്റും അവൻ തുറന്നു കിടക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഗേറ്റ് തുറക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ അത് വളരെ ദ്രുതഗതിയിൽ അടയ്ക്കേണ്ട ഗേറ്റാണ്. എന്നാൽ ഇതെല്ലാം ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. എന്താണ്? ഇവിടെ അകത്ത് ബെൽഷസ്സർ രാജാവ് ഒരു വലിയ വിരുന്ന് അവൻ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മദ്യവും അവൻ ഹല്ലേലൂയ എല്ലാം ഒഴിച്ചുകൊണ്ട് അവിടെ ജനമെല്ലാം ആഘോഷം നടക്കുകയാണ്. ഹല്ലേലൂയ. മദ്യനഗരിയിലായിരിക്കുന്ന രാജാവും പരിവാരങ്ങളുമെല്ലാം അവിടെ അവൻ ഹല്ലേലൂയ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുസൈഡിൽ വെളിയിൽ നടക്കുന്നത് എന്താണ്? ഇവിടെ പേർഷ്യൻ രാജാവ് ഇതാ ഹല്ലേലൂയ കടന്നു വരികയാണ്. എന്തുകൊണ്ടാണ് പേർഷ്യൻ രാജാവ് കടന്നു വരുവാൻ കാരണം? ഈ ബാബിലോന്യ രാജ്യം
രാജാവ് സാമ്രാജ്യം പിടിച്ചെടുത്ത് ബാബിലോണി ചക്രവർത്തി ഇങ്ങനെ ഓരോ ദേശങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് വരികയാണ്. ഈ വാർത്ത ഈ പേർഷ്യൻ രാജാവായിരിക്കുന്ന കോരസ് കേട്ടപ്പോൾ കോരസ് വിചാരിച്ചു, എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഈ ബാബിലോണിയ സാമ്രാജ്യം ഞങ്ങളെ പരാജയപ്പെടുത്തി അവർ അടിമകളായി ഞങ്ങളെ കൊണ്ടുപോകും. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ധീരമായിട്ട് അവൻ പോരാടിക്കൊണ്ട് തന്നെ മരിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് കോരസ് തീരുമാനിച്ചു, അവൻ ബാബിലോണിയ സാമ്രാജ്യത്തിനെതിരായി യുദ്ധം പ്രഖ്യാപിക്കുവാൻ അങ്ങോട്ട് പോകുകയാണ്. ഒരു മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരണം വരിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ധീരമായി പോരാടി മരിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് കോരസ് ബാബിലോണിലേക്ക് ആക്രമണം അഴിച്ചുവിടുവാനായിട്ട് പുറപ്പെടുമ്പോൾ തന്റെ അമ്മായിപ്പനായിരിക്കുന്ന അവൻ ദാര്യാവേശ് പറയുകയാണ്, മകന് നീ പുറപ്പെടുന്നത് നല്ല കാര്യമാണ്, ഹല്ലേലൂയ. എന്നാൽ ഈ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തുവാൻ നിനക്ക് പ്രയാസമാണ്, എങ്കിലും ഹല്ലേലൂയ നിനക്ക് എന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയും. കാരണം ഞാൻ ഹല്ലേലൂയ ഈ സാഹചര്യത്തെ മുന്നമേ കണ്ടുകൊണ്ട് ഹല്ലേലൂയ എന്റെ അനുചരന്മാര് എന്റെ പടയാളികളെ ഓൾറെഡി ഞാൻ ആ ദേശത്തിലേക്ക് ബാബിലോണിലേക്ക് അയച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് അവൻ ബാബിലോണിയ പട്ടണത്തിനകത്ത് മനോഹരമായ വൃക്ഷങ്ങളും ഉദ്യാനങ്ങളും എല്ലാം ഉണ്ട്. ഈ യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് വെള്ളം ഈ ഉദ്യാനങ്ങളിലേക്ക് എത്തണമെങ്കിൽ അവൻ ചക്രം ചവിട്ടി വേണം. അടിമകളെ വെച്ച് ചക്രം ചവിട്ടിയാണ് വെള്ളം മുകളിലേക്ക് തട്ടിലേക്ക് അയച്ചും അവിടെ നിന്ന് വീണ്ടും ചക്രം ചവിട്ടി അടുത്ത തട്ടിലേക്ക് അയറ്റി അങ്ങനെ ഏറ്റവും മുകളിൽ ഈ ഉദ്യാനങ്ങളിലെല്ലാം മുകളിൽ കൊണ്ടുപോകുന്ന അവിടെ നിന്നും വെള്ളം അരുവി കണക്കെ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഹല്ലേലൂയ. ഈ മരുഭൂമിയിൽ പച്ചയായ പൂന്തോട്ടം കണക്കെ വളരെ മനോഹരമായിരിക്കുന്ന ഈ ഉദ്യാനം ബാബിലോണിയ പട്ടണം പണിതിരിക്കുന്ന വളരെ അത്ഭുതകരമായ രീതിയിലാണ്. ഇങ്ങനെ ചക്രം ചവിട്ടുവാൻ വേണ്ടി അവൻ അടിമകൾ പണിയെടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ യൂഫ്രട്ടീസ് നദിയുടെ ഉത്ഭവ സ്ഥാനത്ത് നിന്ന് ഈ വെള്ളം പുറപ്പെടുന്ന സ്ഥാനത്ത് നിന്ന് ദാര്യാവേശ് തന്റെ പടയാളികളെ വെച്ച് വെള്ളത്തിന്റെ ഗതി തിരിച്ചുവിട്ടിരിക്കുക. വെള്ളത്തിന്റെ ഗതി തിരിച്ചുവിട്ടപ്പോൾ ഉണങ്ങിയ നിലമുണ്ടായി. ഈ ഉണങ്ങിയ നിലത്തുകൂട് സുഗന്ധദ്രവ്യങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരുടെ രൂപത്തിൽ അവൻ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ ആയിട്ട് ഇവരെ എന്ത് ചെയ്തു? പടയാളികളെ അകത്തേക്ക് കടത്തിവിട്ടു. ഹല്ലേലൂയ. അവർ അകത്തു പോയിരിക്കുകയാണ്. ഏത് സമയത്തും ഒരു ആജ്ഞ കിട്ടിക്കഴിഞ്ഞാൽ യുദ്ധസന്നദ്ധരായി അവർ അകത്തുണ്ട്. ഇത് ചക്രവർത്തി അറിയുന്നില്ല. എന്നാൽ ദാര്യാവേശ് പറയുകയാണ്, മകനെ കോരശേ, ഹല്ലേലൂയ, നീ പുറപ്പെടുക. അവൻ നിനക്ക് സപ്പോർട്ടിനായി എന്റെ പടയാളികൾ അവിടെ റെഡിയാണ്. ഹല്ലേലൂയ. അങ്ങനെ കോരസ് സ്തോത്രം, ഹല്ലേലൂയ, ഇത് തന്റെ കുതിരപ്പുറത്ത് അവിടേക്ക് യാത്ര തിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ അവൻ ഒട്ടകപ്പുറത്ത് താൻ യാത്ര തിരിക്കുകയാണ്. അവിടെ ചെന്ന് ഹല്ലേലൂയ ഈ സമയത്ത് എന്താണ് അവിടെ അകച്ചു നടക്കുന്നത്? അവൻ ബെൽശസ്സർ വലിയ വിരുന്നുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കൈയെഴുത്തുന്നത് അവൻ ചുമരുകൾ തെളിഞ്ഞു വന്നു. അല്ലയോ രാജാവ്, നിന്റെ രാജ്യത്വം ഞാൻ എണ്ണി അവനെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജസ്ഥാനത്ത് നിന്ന് നിന്നെ നീക്കം ചെയ്തിരിക്കുന്നു. അവൻ ഈ ചുവരെഴുത്തുകളെല്ലാം കണ്ട് അരയുടെ ഏർപ്പാടിൽ അവൻ സംഭ്രമം പിടിച്ചുകൊണ്ട് പേടിച്ച് അരണ്ട വെളിച്ചത്തിൽ അവൻ വീഞ്ഞും മദ്യവുമെല്ലാം നുകർന്നുകൊണ്ട് അവിടെ നിൽക്കുന്ന ഈ ബെൽശസ്സറിന്റെ അടുത്തേക്ക് അവൻ ഈ കോരസ് എന്ന് പറഞ്ഞ ചക്രവർത്തി, പേർഷ്യൻ ചക്രവർത്തി കടന്നു വരികയാണ്. എങ്ങനെയാണ് ഈ പട്ടണത്തിൽ അകത്തേക്ക് പ്രവേശിക്കുക എന്നൊക്കെ അവർക്ക് നിശ്ചയമില്ല. എന്നാൽ അവർ തയ്യാറായി പുറപ്പെട്ടു വന്നപ്പോൾ അവർ കാണുന്ന കാഴ്ച ഈ ഗേറ്റുകളെല്ലാം മലർക്കെ തുറന്നു കിടക്കുകയാണ്. ഇസ്റ്റാർ ഗേറ്റ് എന്ന് പറഞ്ഞ പ്രധാന കവാടവും മലർക്കെ തുറന്നു കിടക്കുകയാണ്. അത് തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതാണ്. എന്നാൽ മദ്യം കുടിച്ച് ലഹരി പിടിച്ചിരിക്കുന്ന അതേ പടയാളികൾ, പട്ടാളക്കാർ അവനെ അടയ്ക്കുവാൻ മറന്നുപോയിട്ട് സകല ഗേറ്റുകളും അവർക്ക് മുമ്പിൽ മലർക്കെ തുറന്നു കിടക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. അവൻ കാരണം അവൻ കോരസ് ഉണ്ടാകുന്നത് 120 വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ ഹല്ലേലൂയ ഇസ്റ്റാർ ഗേറ്റ് പണിയപ്പെടുന്നതിനും അവൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്. ഹല്ലേലൂയ. ഇസ്റ്റാർ ഗേറ്റിന് അടിസ്ഥാനമിട്ട ആ എഞ്ചിനീയറിന് അടിസ്ഥാനമിട്ടപ്പോൾ അതിന് രൂപകൽപ്പന ചെയ്യുന്നതിന് മുന്നമേ അവൻ കോരസ് അമ്മയുടെ ഗർഭപാത്രത്തിൽ
പതുക്കെ തുറന്നു കിടക്കുകയാണ്. അതിൽ കൂടി അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വെളുത്ത താടികളുള്ള അവൻ വയോധികനായിരിക്കുന്ന ചില വ്യക്തികൾ അവൻ പുസ്തകവും എടുത്തുകൊണ്ട് അവന്റെ അടുക്കലേക്ക് വന്നു. ഹല്ലേലൂയ. അവനെയോ കോരസ് രാജാവേ എന്ന് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവൻ സംസാരിക്കുമ്പോൾ കോരസ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്റെ പേര് എങ്ങനെ അറിയാം? പ്രൈസ് ദി ലോർഡ്. അവർ കോരസിനോട് പറയുകയാണ്, ചക്രവർത്തിയെ, അവൻ താങ്കൾ ജനിക്കുന്നതിന് മുന്നമേ തന്നെ താങ്കളെ പറ്റി രേഖപ്പെടുത്തപ്പെട്ട ഒരു പുസ്തകം ഞങ്ങളുടെ പക്കലുണ്ട്. അവൻ യെശയ്യാപ്രവാചകന്റെ ചുരുളെടുത്ത് കാണിച്ച് അത് വായിച്ചു കേൾപ്പിക്കുകയാണ്. കോരസിന്റെ ഇടയൻ അവന്റെ ഹിതമൊക്കെ നിവർത്തിക്കും. ഹല്ലേലൂയ. താങ്കൾ ജനിക്കുന്നതിന് മുന്നമേ തന്നെ താങ്കളുടെ പേരെഴുതി വെച്ചാൽ താങ്കൾ എന്ത് ചെയ്യുമെന്നോ, ഞങ്ങൾക്ക് വേണ്ടി വിടുതലിന് വേണ്ടി താങ്കൾ കടന്നു വരുമെന്നും ഞങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുമെന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രവചിച്ച ഒരു പ്രവാചകനുണ്ട്. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ പ്രവചിച്ച ആ പ്രവചനമിതാ ഞങ്ങളുടെ പക്കലുണ്ട്. താങ്കളുടെ പേര് കോരസാണ്. താങ്കൾ കടന്നു വരുമെന്ന് നമുക്കറിയാം. ഞങ്ങളുടെ അവൻ വരവിനെ കാത്ത് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വാർത്ത കേട്ട കോരസ് തന്റെ കുതിരപ്പുറത്തുനിന്ന് ചാടിയിറങ്ങി. അവൻ ഹല്ലേലൂയ നിലത്തെ മണ്ണെടുത്ത് അതിനെ ചുംബിച്ചതിന് ശേഷം അത്യുന്നതനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ അകത്ത് കടന്നുപോയി. അവൻ ബേൽശസ്സർ അരയിലെ ഏർപ്പാടി അവൻ ഭ്രമം പിടിച്ച അതേ പേടിച്ച് അവന്റെ ഭയപ്പെട്ടു നിൽക്കുന്നതായ ബേൽശസ്സറിന്റെ അടുത്തേക്ക് ചെന്നു. അവൻ തന്റെ വാളൂരി ബേൽശസ്സറിനെ അവൻ വെട്ടുവാനിടയായി. ഹല്ലേലൂയ. അങ്ങനെ ബാബിലോണിയ സാമ്രാജ്യം അവിടെ അവൻ അസ്തമിക്കുകയാണ്. ബാബിലോണിന്റെ ആ സാമ്രാജ്യത്തിന്റെ അധപ്പതനമാണ് മേദ്യ പേർഷ്യ സാമ്രാജ്യം ഉടലെടുക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം അവൻ ചരിത്രത്തിൽ വളരെ വ്യക്തമായി വെളിപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അന്ന് തകർന്നു വീണ ആ ബാബിലോണിയ സാമ്രാജ്യം ഇന്നും അവിടെ തകർന്നു കിടക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ, അതിൽ ഒരു നാളും കുടിപ്പാട്ടുണ്ടാകില്ല, തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയില്ല. അറബിക്കാരൻ അവിടെ കൂടാരം അടിക്കുകയില്ല. ഇടയന്മാർ അവിടെ ആടുകളെ കിടത്തുകയുമില്ല. മരുമൃഗങ്ങൾ അവിടെ കിടക്കും. അവരുടെ വീടുകളിൽ മൂങ്ങ നിറയും. ഒട്ടക പക്ഷികൾ അവിടെ പാർക്കും. ഭൂതങ്ങൾ അവിടെ നൃത്തം ചെയ്യും. അവൻ എന്നും ആ പട്ടണം ഇറാഖിൽ ഈ ബാബിലോൺ എന്ന് പറയുന്ന സാമ്രാജ്യം നിലനിന്നിരുന്ന ബാബിലോണിയ പട്ടണം നിലനിന്ന പ്രദേശം ഇങ്ങനെ അതിൽ മരുമൃഗങ്ങളാൽ നിറയപ്പെട്ട് ഭൂതങ്ങളുടെ നൃത്തം ചെയ്യുന്ന സ്ഥലം പോലെ അവൻ തകർക്കപ്പെട്ടു കിടക്കുകയാണ്. അറബിക്കാർ അവിടെ കൂടാരം അടിക്കുകയില്ല എന്ന് പ്രവാചകൻ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ അവൻ നമുക്കറിയാം സദാം ഹുസൈന്റെ കാലഘട്ടത്തിൽ സദാം ഹുസൈൻ ഈ ഇറാഖി ബാബിലോണിനെ പുനഃസൃഷ്ടിക്കുവാൻ വേണ്ടി പരിശ്രമം നടത്തി. പിൻഗാമിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ ഈ അടിസ്ഥാനങ്ങളെ പുനർനിർമ്മിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു. എന്നാൽ തനിക്കത് സാധ്യമായില്ല. തനിക്കെന്നല്ല, ആർക്കും അത് സാധ്യമാകുകയില്ല. കാരണം ദൈവത്തിന്റെ വചനം അവൻ വിളിച്ചു പറയുകയാണ്. അവിടെ അവിടെ ഭൂതങ്ങൾ നൃത്തം ചെയ്യും. വാസസ്ഥലമായിരിക്കും. അതെന്നും അങ്ങനെ തന്നെ ദൈവത്തിന്റെ പ്രവചനമാണ്. ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ബാബിലോണിയ സാമ്രാജ്യം തകർന്നു വീഴുവാനിടയാൽ മേദ്യ പേർഷ്യ സാമ്രാജ്യം ഉയർത്തെഴുന്നേറ്റു വന്നു. ഹല്ലേലൂയ. കോരസ് രാജാവ് അത് നേതൃത്വം വഹിക്കുവാനിടയാൽ അങ്ങനെ അവർ കോരസ് എന്ന ഈ പേർഷ്യൻ രാജാവ് ഇസ്രായേൽ ജനത്തോട് അസാധാരണമായ ദയ കാണിച്ചുകൊണ്ട് അവരോട് അവർ സ്വന്തം നാട്ടിലേക്ക് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോകുവാനുള്ളതായ നിയോഗം അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അവൻ യെരൂശലേമിലേക്ക് മടക്കി അയക്കുകയാണ്. അവൻ സ്തോത്രം. അങ്ങനെ ബാബിലോണിയ പ്രവാസത്തിലായിരുന്ന അവൻ ഇസ്രായേൽ ഒന്നാമത്തെ ഗ്രൂപ്പ് അവൻ
യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അത് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിലായിരുന്നു. അതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, സെരുബ്ബാബേലിന് മുമ്പിൽ ഏതെല്ലാം തടസ്സങ്ങൾ നിന്നാലും, എത്ര മലകൾ നിന്നാലും, എത്ര കുന്നുകൾ ഉയർന്നു വന്നാലും അതിനെല്ലാം നല്ലൊരു സമഭൂമിയാക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് അവനോട് കൂടെ ഉണ്ടാകും. അത് സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ. അതുകൊണ്ട് സെരുബ്ബാബേലിന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. അവനെന്ന ദൈവത്തിന്റെ പ്രവാചകൻ സഖരിയാവ് രേഖപ്പെടുത്തിയതുപോലെ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ ഒന്നാമത്തെ കൂട്ടർ യെരൂശലേമിലേക്ക് കടന്നുപോയി ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് നേതൃത്വം കൊടുക്കുവാനിടയാണ്. അങ്ങനെ അവൻ ഒന്നാമത്തെ ഗ്രൂപ്പ് അവിടെ കടന്നു വന്നു, ആലയം പണിതു. രണ്ടാമത് യെസായിയുടെ നേതൃത്വത്തിൽ കടന്നു വന്നു. മൂന്നാമത് നമ്മൾ വായിച്ച വേദഭാഗത്തിൽ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടർ ഈ യെരൂശലേമിലേക്ക് മടങ്ങി വരികയാണ്. അവൻ യെരൂശലേമിൽ നിന്ന് കടന്നു വന്ന പുരുഷാരത്തോട് അവൻ നെഹമ്യാവ് ചോദിക്കുകയാണ്, അവിടെയായിരിക്കുന്ന യഹൂദന്മാരുടെ അവസ്ഥ എന്താണ്? പേർഷ്യൻ രാജധാനിയിൽ ആയിരിക്കുന്നുവെങ്കിലും തന്റെ ഹൃദയവും തന്റെ മനസ്സുമെല്ലാം യെരൂശലേമിനെ കുറിച്ചുള്ള ചിന്തകളിലാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ പ്രവാസമാകുന്ന ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും യെരൂശലേം എന്ന ആ വാഗ്ദത്ത ദേശത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരാകുന്നുവെങ്കിൽ അവൻ ദൈവമക്കളെ, ഹല്ലേലൂയ, നാം ഇവിടെ വിട്ടു പോകേണ്ടവരാണ്. നമ്മളുടെ കൂടാരം അത് സ്വർഗത്തിലാണ്. ഈ സ്വർഗീയ കൂടാരമാകുന്ന യെരൂശലേമിന് വേണ്ടി ആകാംക്ഷയോട് പ്രതീക്ഷയോട് കാത്തിരിക്കുന്നതായ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, താമസമില്ല. നമ്മുടെ കർത്താവിന്റെ മടങ്ങി വര അവൻ സംഭവിക്കുമ്പോൾ ഈ പുത്തൻ യെരൂശലേമിലേക്ക് നാം കടന്നുപോയി അവനോട് കൂടെ അവൻ ഹല്ലേലൂയ നിത്യമായ ഒരു വാസം ഹല്ലേലൂയ നമ്മൾ അനുഭവിപ്പാനിടയായി തീരും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ വാഗ്ദത്തം നമുക്ക് അതിനുവേണ്ടി കർത്താവ് നൽകിയിരിക്കുകയാണ്. ആ യെരൂശലേമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇവിടെ നെഹമ്യാവിന്റെ ഹൃദയത്തിനകത്ത് വലിയ ആത്മഭാരമുണ്ടായി. യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുകയാണ്. ആ മതിലുകളെ ഒന്ന് പണിയണം, ആ കോട്ടയെ ഒന്ന് പണിയണം, ആ പട്ടണത്തിന്റെ വാതിലുകളെ ഒന്ന് അവൻ പണിയണമെന്ന് തന്റെ ഹൃദയത്തിനകത്ത് ആഗ്രഹമുണ്ടായി. രാജാവിനോട് അത് അറിയിച്ചു. ഹല്ലേലൂയ. രാജാവ് അവൻ ഹല്ലേലൂയ തനിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. അവൻ പണിയുവാനുള്ള മരങ്ങളും അതിലുള്ളതായ എല്ലാ സഹായങ്ങളും താൻ കടന്നു പോകുമ്പോൾ തന്റെ വഴിയിൽ അവൻ തടസ്സമായി നിൽക്കാതിരിക്കേണ്ടതിന് അവിടെയുള്ള എല്ലാ ഗവർണർമാർക്കുമുള്ള ലെറ്ററുകളും കൊടുത്ത് നെഹമ്യാവിനെ അയക്കുകയാണ്. എത്ര ദിവസം നിനക്ക് വേണം, എത്ര അവധി വേണമെന്ന് ചോദിച്ചുകൊണ്ട് അവധിയും കൊടുത്ത് അവനെ അയക്കുകയാണ്. നെഹമ്യാവ് അവൻ ഹല്ലേലൂയ കടന്നുപോയി. അവൻ യെരൂശലേമിൽ വന്നിട്ട് അവൻ ദൂരത്ത് നിന്നുകൊണ്ട് ആ രാത്രിയിൽ ഹല്ലേലൂയ യെരൂശലേമിന്റെ മതിലുകളെ താൻ കണ്ടു. ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ ദൂരത്ത് നോക്കിക്കണ്ട് അതിനെ അളന്ന ആരും അറിയാതെ അതിന്റെ അളവുകൾ എടുത്തുകൊണ്ട് വന്ന് നെഹമ്യാവ് അവൻ ജനത്തെ അവൻ ഡിവൈഡ് നിർത്തിക്കൊണ്ട് മതിലുകളുടെ പണിക്ക് വേണ്ടി ജനത്തെ ഉത്സാഹിപ്പിക്കുവാനിടയായി. എന്നാൽ ദൈവത്തിന് പണി ആരംഭിക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ ശത്രുക്കൾ സമ്പന്നത്തും തോബിയാവും ഉൾപ്പെടെയുള്ള ശത്രുക്കൾ അവരെ നോക്കി പരിഹസിക്കുകയാണ്. ഈ ദുർബലരായിരിക്കുന്ന യഹൂദന്മാർ ഇത് എങ്ങനെ പണിയും? ഇവർ ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് കല്ലുകളെ ഉളവാക്കുമോ? ഇവർ ഒറ്റ ദിവസം കൊണ്ട് പണിത് കളയുമോ? ഇവർ യാഗം കഴിക്കുമോ? അവൻ ഇങ്ങനെയൊക്കെയുള്ള പരിഹാസ വാക്കുകൾ അവൻ അവർക്കെതിരായി പറഞ്ഞുകൊണ്ട് അവരെ നിരുത്സാഹപ്പെടുത്തുന്നതായ സന്ദർഭം കാണുകയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ഈ ദൈവസന്നിധിയിൽ അവനായിരിക്കുമ്പോൾ നമുക്കൊരു പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിന് ദുഷ്ടാത്മസേനയോടും അത്രേ. ഇവൻ നമ്മോട് പോരാടുന്നത് നമ്മുടെ മനസ്സിനെ ധൈര്യം ചോർത്തിക്കളയുന്ന രീതിയിലാണ്. ഹല്ലേലൂയ. ഇവിടെ ജനം പണിയുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങി വരുമ്പോൾ
അവരുടെ മനസ്സിന്റെ മനോവീര്യത തകർത്തു കളയുവാൻ വേണ്ടി നിന്നയും പരിഹാസത്തിന്റെയും വാക്കുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് അവൻ ശത്രു അവർക്കെതിരായി നിന്നു. ഹല്ലേലൂയ. എന്നാൽ നെഹെമ്യാവ് ഹല്ലേലൂയ ആത്മഭാരമുള്ളവനായതുകൊണ്ട് അവൻ ജനത്തെ ധൈര്യപ്പെടുത്തി. അവൻ ഹല്ലേലൂയ നിങ്ങൾ പണിയോടൊപ്പം നിങ്ങളുടെ കരങ്ങളിൽ വാള് വേണ്ടിക്കൊണ്ട് നിൽക്കുക. അങ്ങനെ ജനമെല്ലാം ഒരു കയ്യിൽ വാളും മറുകയിൽ ആയുധവുമായി അവർ പണിയുവാൻ ആരംഭിച്ചു. അവർ ഒരു പോർക്കളത്തിൽ നിന്നുകൊണ്ട് പണിയുകയാണ്. ഹല്ലേലൂയ. നാം ആയിരിക്കുന്നത് പോർക്കളത്തിലാണ്. അവൻ ഓരോ ദിവസവും നമ്മൾ ആയിരിക്കുന്ന ദൈവമക്കളെ ഒരു പോർക്കളത്തിലാണ്. ഇടിവുകളെ പണിയുവാൻ ആത്മഭാരത്തോട് അവൻ ഇറങ്ങിയിരിക്കുന്ന ദൈവത്തിന്റെ പതിവ് നീ ആയിരിക്കുന്ന ഒരു പോർക്കളത്തിലാണ്. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ പോരിന്റെ ആയുധങ്ങള് അവൻ കരങ്ങളിൽ എത്തിക്കൊണ്ട് ദൈവസന്നിധിയിൽ ആത്മാവിൽ പോരാടിക്കൊണ്ട് ആത്മീക പോരാട്ടത്തിന്റെ യുദ്ധം അതേ ചെയ്തുകൊണ്ട് നീ മുൻപോട്ട് പോകുമ്പോൾ അവൻ ശത്രുക്കൾ നിനക്കെതിരായി അപവാദങ്ങൾ പറയാം, നിന്ദകൾ പറയാം, പരിഹാസത്തിന്റെ അസ്ത്രങ്ങള് നിനക്കെതിരായി തൊടുത്തുവിടാം. എന്നാൽ അതിനെയൊക്കെ അവൻ അതിജീവിക്കുവാൻ ആവശ്യമായ ആയുധവർഗം നേടിക്കൊണ്ട് ആത്മാവിൽ പോരാടി ദൈവജനമേ എന്ന് പകർക്കാരം ഒരു വിജയം ഹല്ലേലൂയ നാം ഓരോരുത്തരും പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവർ ഹല്ലേലൂയ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പണിയുവാനിടയായി. അവർ ഹല്ലേലൂയ പണി പൂർത്തീകരിച്ചു. ആലയത്തിന്റെ ഹല്ലേലൂയ ചുറ്റുമുള്ള മതിലുകളെ അവർ പണിതു. യെരൂശലേം ഹല്ലേലൂയ മതിലുകളെ അവർ പണിതു. അങ്ങനെ ജനമെല്ലാം ഹല്ലേലൂയ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അവിടെ കടന്നു വന്ന് ക്രൈസ്തവർ തങ്ങളുടെ ആരാധനയിൽ യഥാസ്ഥാനപ്പെടുവാനിടയായി. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ അവൻ ദൈവത്തിന്റെ വാഗ്ദത്തം അവന്റെ ജീവിതത്തിൽ നിറവേറി. അവൻ കാലങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകന്മാരിൽ കൂടെ വിളിച്ചു പറഞ്ഞതായ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അവരിൽ നിറവേറിയെങ്കിൽ ഇന്ന് മകൾ ഹല്ലേലൂയ ദൈവത്തിന്റെ മതില് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മെ അടിമണ്ഡലത്തിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മുടെ പിന്നിലും വ്യാപരിക്കുന്ന ഒരു ബാബിലോണിയ ആത്മാവുണ്ട്. ഏതാം തോട്ടത്തിൽ വെളിപ്പെട്ടു വന്ന ആ ബാബിലോണിന്റെ ഇരുണ്ട ശക്തി ഹല്ലേലൂയ നിമ്രോദിന്റെ കാലഘട്ടത്തിൽ ശക്തിയോട് പ്രബലപ്പെട്ടു വന്ന് വീണ്ടും അത് ദൈവത്തിൻ്റെതായ പദ്ധതികളെ ആസൂത്രണം ചെയ്ത ആ ബാബിലോണിന്റെ ഇരുണ്ട വ്യാപാര ശക്തി നെബൂഖദ്നേസർ രാജാവിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തെ ബാബിലോണിൽ പ്രവാസികളായി അടിമകളായി പിടിച്ചുകൊണ്ടുപോയി അടിമത്വം അനുഭവിച്ച ആ ബാബിലോണിന്റെ ഇരുണ്ട വ്യാപാര ശക്തി അത് പിന്നെ വീണ്ടും അവൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ കൂടെ പ്രകടമായി വെളിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ഉൽപ്പത്തിയിൽ ആരംഭിച്ചതോ അത് വെളിപ്പാടിൽ നമ്മൾ കാണുന്നുണ്ട്. മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ മഹാനഗരം ഹല്ലേലൂയ അതിന്റെ ശക്തിയോടുകൂടെ വെളിപ്പെട്ടു വരുമെന്ന് അവൻ പ്രവാചകന്മാർ ആത്മാവിൽ വിളിച്ചു വന്നതുപോലെ യോഹന്നാനും വിളിച്ചു വന്നിരിക്കുകയാണ്. ആ ശക്തി വെളിപ്പെടുമ്പോൾ അത് ഹല്ലേലൂയ ദൈവസഭയ്ക്കെതിരായിട്ട് ആ ശക്തി എഴുന്നേൽക്കുമ്പോൾ എന്ന് പകൽക്കാലം ഹല്ലേലൂയ നാം ഓരോരുത്തരും ഈ യുദ്ധക്കളത്തിലായിരിക്കുമ്പോൾ അതിന്റെ പ്രകടമായിരിക്കുന്ന അവൻ ഹല്ലേലൂയ ശക്തമായ സാന്നിധ്യം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശക്തി അവൻ പൂർണ്ണമായി വെളിപ്പെടുവാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനു മുമ്പായി ദൈവം തന്റെ സഭയെ ഭൂമിയിൽ നിന്ന് എടുക്കും. ഹല്ലേലൂയ. അവൻ സ്തോത്രം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ആത്മാവ് അവൻ ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഹല്ലേലൂയ യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ശക്തി ഇപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ ഹല്ലേലൂയ ദൈവമക്കളെ നമുക്കെതിരായി പോരാടുവാൻ, അവൻ സഭയെ തകർക്കുവാൻ, അവൻ സഭയെ ഇല്ലായ്മ ചെയ്യുവാൻ ഉൽപ്പത്തി മുതൽ അവൻ ഇസ്രായേൽ ജനത്തിന്റെ പിന്നാലെ കൂടിയ ആ ബാബിലോണിയ വ്യാപാര ശക്തി, ആ ഇരുട്ടിന്റെ ശക്തി, അവൻ ഹല്ലേലൂയ പിശാചിന്റെ വ്യാപാര ശക്തി, ആ അന്ധകാരത്തിന്റെ ശക്തി ഹല്ലേലൂയ അത് ദൈവസഭയ്ക്കെതിരായി അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന് പകൽ നാം മനസ്സിലാക്കണം, നാം ആയിരിക്കുന്നത് ഒരു ആത്മീയ പോർക്കളത്തിലാണ്. എന്നാൽ ദൈവം പറയുന്നത് അവൻ തന്റെ ആത്മാവിനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചു തന്ന അവൻ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ നിർത്തിയിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എത്ര വലിയ ബാബിലോണിയ ശക്തിയും എത്ര വലിയ മഹാസർവ്വമാകുന്ന പിശാചിന് ഇരുണ്ട വ്യാപാര ശക്തിയും അവൻ ദൈവസഭയ്ക്കെതിരായി അവൻ ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ ശ്രമിച്ചാലും ആ ശക്തികളെ ഒക്കെ അതിജീവിച്ചുകൊണ്ട് ദൈവം ഹല്ലേലൂയ തന്റെ സഭ
ഇരുണ്ട വ്യാപാര ശക്തികളെയും അതിജീവിച്ചുകൊണ്ട് ദൈവസഭ ഹല്ലേലൂയ അവൻ പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ അവൻ ഈ ബാബിലോണിന്റെ വ്യാപാര ശക്തി യേശു കർത്താവ് അവൻ ഹല്ലേലൂയ മരുഭൂമിയിൽ 40 രാവും 40 പകലും ഉപവസിക്കുവാനായി കടന്നു പോയപ്പോൾ തന്റെ പ്രലോഭനങ്ങളുമായി കടന്നു വന്ന് ഒന്ന് പരാജയപ്പെടുത്തുവാൻ പരിശ്രമിച്ചു നോക്കി. എന്നാൽ ആ പരാജയം അവൻ ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യൻ പരാജയപ്പെട്ടെങ്കിൽ അവൻ ഹല്ലേലൂയ ഒടുക്കത്തെയാളമായ ക്രിസ്തുവിന്റെ അടുക്കൽ പിശാചിന്റെ അവൻ യാതൊരു തന്ത്രങ്ങളും അവൻ വിലപ്പോയില്ല. പിശാചിനെ ഏദൻ തോട്ടത്തിൽ വെച്ച് യേശു കർത്താവ് പരാജയപ്പെടുത്തിക്കൊണ്ട് തന്റെ സഭയ്ക്ക് വേണ്ടി അടിസ്ഥാനമിടുവാൻ അവൻ ഹല്ലേലൂയ അവൻ പദ്ധതികളെ ആസൂത്രണം ചെയ്തു. അവൻ കർത്താവിന്റെ കാൽവറി ക്രൂശിൽ മരണം ആസ്വദിക്കുമ്പോൾ ദൈവസഭയുടെ അടിസ്ഥാനങ്ങൾ അവിടെ പണിയപ്പെടുകയാണ്. അവൻ മൂലക്കല്ലായ അവരെല്ലാവരും തള്ളിക്കളഞ്ഞ ആ കല്ല് അതാ മൂലക്കല്ലായി മാറി. ആ മൂലക്കല്ലിന്മേൽ ജീവനുള്ള കല്ലുകളായി നമ്മെ ഓരോരുത്തരെയും ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിന്റെ സഭ അവൻ പണിയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ അവൻ ദൈവമക്കളെ നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ സഭയാകുന്ന ആ മന്ദിരമായിട്ടാണ് ഇവിടെ. ഹല്ലേലൂയ. അവൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൂടാരമാകുന്ന ആലയമാകുന്ന അവൻ ജീവനുള്ള കല്ലുകളായി നമ്മെ അവൻ തീർത്തിരിക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന്റെ മന്ദിരങ്ങളാണ്, ആലയമാണ്. ഹല്ലേലൂയ. ഇതിനെ പണിയെ തടയുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നാം ആയിരിക്കുന്നത് ദൈവത്തിന്റെ രാജ്യത്തിലാണ്. ഹല്ലേലൂയ. സ്വർഗരാജ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സമാധാനം പരിശുദ്ധമാവിനുള്ള സന്തോഷവും അത്രേ. അങ്ങനെയെങ്കിൽ ആ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ പൂർണ്ണ അനുഭവത്തിലേക്ക് എത്തുവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ ഭാഗികമായ അനുഭവത്തിൽ നമ്മളായിരിക്കുമ്പോൾ പരിശുദ്ധമാവിൽ സന്തോഷിച്ചുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആ ദൈവരാജ്യത്തിന്റെ പൂർണ്ണ അനുഭവത്തെ പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. ഹല്ലേലൂയ. ഇടിവുകളെ പണിയുവാൻ അവൻ മതിലുകളുടെ ഇടിവുകളെ പണിയുവാൻ നെഹെമ്യാവ് അവൻ തയ്യാറായതുപോലെ ഇന്ന് പകൽ ഇടിവുകളെ പണിയുവാൻ വേണ്ടി നമുക്ക് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. എല്ലാ കണ്ണുകളും ദിവസം അടയട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ളതാവട്ടെ. അവൻ തകർച്ചകളെ പണിയുവാൻ, ഇടിവുകളെ പണിയുവാൻ, അവൻ തകർന്നു കിടക്കുന്ന അനുഭവങ്ങളെ പണിയുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താണ്. നെഹെമ്യാവ് കേട്ട വാർത്ത എന്താണ്? യെരൂശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, അത് തീ വെച്ച് ചുട്ടും വെന്ത് കിടക്കുകയാണ്. അവൻ ആത്മഭാരത്തോട് ആ പണിയെ അവൻ ഏറ്റെടുക്കുവാൻ തയ്യാറായി തന്നെ വേണ്ടി സമർപ്പിച്ചു. ഹല്ലേലൂയ. ദൈവം വഴികളെ ഒരുക്കി അവനെ അതിനുവേണ്ടി അയച്ചുവെങ്കിൽ ഇന്ന് പകൽ ആത്മഭാരത്തോട് അവൻ ചില ഇടിവുകളെ കണ്ടുകൊണ്ട് ചില തകർച്ചകളെ കണ്ടുകൊണ്ട് അവൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? കർത്താവ് ഈ ഇടിവുകളെ ഒന്ന് പണിയണമേ, ഈ തകർച്ചകളെ ഒന്ന് പണിയണമെന്ന് ദൈവസഭയുടെ പ്രാർത്ഥനയോട് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ ദൈവം അവൻ ദൈവത്തിന്റെ പൈതലിന്റെ കരങ്ങൾ എടുത്ത് ഉപയോഗിക്കുന്നതിന്റെ ഭവനത്തിന്റെ ഇടിവുകള്, അവന്റെ കുടുംബത്തിന്റെ ഇടിവുകളെ, തകർച്ചകള്, അവൻ ജീവിതത്തിന്റെ എല്ലാ തകർച്ചകളെയും പണിയുവാനുള്ള ഒരു പ്രത്യേകമായ അഭിഷേകം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പകർന്നു വന്ന് നിന്നെ ശക്തമായി കരങ്ങളെടുത്ത് ഉപയോഗിക്കും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. കർത്താവിനെ അവൻ കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാൻ പോകുക. അവൻ ഇടിവുകളെ പണിയുവാൻ, എന്റെ തകർച്ചകളെ പണിയുവാൻ അവന്റെ ആത്മാവ് എന്ന മേൽ അവൻ പകരപ്പെടുവാൻ പോകുന്നു. അവൻ എത്ര പേർ വിശ്വസിക്കുന്നു? എന്റെ കുടുംബത്തിന്റെ അവന്റെ ഭവനത്തിന്റെ അവന്റെ പ്രിയപ്പെട്ടവരുടെ അവൻ തകർച്ചകളെ അതിനെ പണിയുവാൻ, എന്റെ സഭയുടെ തകർച്ചകളെ പണിയുവാൻ ഹല്ലേലൂയ അവന്റെ സാന്നിധ്യം എന്റെ മേൽ വ്യാപരിക്കുകയാണ്. അവൻ എന്റെ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവരുടെ മേൽ ആ ആത്മാവിന്റെ അഭിഷേകം, ആത്മാവിന്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ വ്യാപരിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ അതിനെ പ്രാപിച്ചെടുത്താണ്. വിജയം സുനിശ്ചിതമാണ്. അവൻ സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ ദൈവത്തിലേക്ക് മുമ്പിൽ നിൽക്കുന്ന എല്ലാ ദുർഘടങ്ങളും നിരപ്പാകും, എല്ലാ കുന്നുകളും സമഭൂമിയാകും, എല്ലാ കുന്നുകളും താഴ്ന്നു വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു വിജയം ദൈവത്തിന് നിനക്ക് ഹല്ലേലൂയ നിശ്ചയമാണ്. ഇന്ന് പകൽ അതിനെ ഏറ്റെടുത്താണ് പ്രാപിച്ചാണ്. ഹല്ലേലൂയ. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.